ലോൺ ആപ്പിൽ നിന്നുള്ള ഭീഷണി. കഞ്ചിക്കോട് മേനോൻപാറയിൽ യുവാവ് ജീവനൊടുക്കി. മേനോൻപാറ സ്വദേശി അജീഷാണ് തൂങ്ങി മരിച്ചത്. ഒരു ലോൺ ആപ്പിൽ നിന്ന് അജീഷ് പണം കടം വാങ്ങിയിരുന്നു. തിരിച്ചടവ് വൈകിയതോടെ അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് ഭീഷണികൾ വന്നതായി ബന്ധുക്കൾ പറഞ്ഞു. അതായത് ലോൺ എടുത്തിട്ടുള്ള വിഷയമാണ് അവൻ സംഭവിച്ചത്. അവൻ പൈസ അടച്ചു കഴിഞ്ഞാലും വീണ്ടും ആ പൈസ അടയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ഭീഷണി കാരണമാണ് അവനിങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ചെയ്തത്. ഇപ്പോൾ തിങ്കളാഴ്ച രാവിലെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അവന് ഒരാഴ്ചയായിട്ട് ഈ ലോണിൻ്റെ ആൾക്കാർ വിളിച്ച് ചിത്രങ്ങൾ മോർഫ് ചെയ്ത് കാണിച്ച് കമ്പനി കാണിക്കും, വീട്ടിൽ കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇത് കാരണമാണ് അവൻ ചെയ്യാനുള്ള. റൂബിക് മണി എന്ന ആപ്പിന്റെ പേരിലാണ് ഭീഷണി വന്നത്. അജീഷിന്റെ മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായി ബന്ധുക്കൾ പറയുന്നു. പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പറഞ്ഞു. മൊബൈലൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്, തിങ്കളാഴ്ച വൈകിട്ടിന് ഹാജരാക്കിയിട്ടുണ്ട്. പിന്നെ അവർ ഈ മൊബൈലിൽ ഈ മോർഫ് ചെയ്ത ഫോട്ടോയും വീഡിയോ കണ്ടാണ് ആട്ടങ്ങ് ചെയ്യാനുള്ള മെയിൻ കാരണം ആളത്രയും പാവത്തനായതുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള കാരണം അതാണ്. ഇതിൽ മനം നൊന്താണ് യുവാവ് തിങ്കളാഴ്ച ജീവനൊടുക്കിയതെന്നും അജീഷിന്റെ സഹോദരൻ പറഞ്ഞു. ഓൺലൈൻ ആപ്പിൽ കൂടെ പൈസ എടുത്തുള്ളതായിരുന്നത്. അപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ 500 എടുത്തതിന് 1000 ഉറുപ്പ് തരും, 2000 ഒക്കെ തരുമായിരുന്നു. അപ്പോൾ അത് 2 പലിശ കൂട്ടിയൊക്കെ അടച്ചടച്ച് 2000 3000 ഒക്കെ ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഓൺലൈനിൽ പൈസ അടയ്ക്കാൻ പറ്റില്ല. അവർ അടയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അടയ്ക്കാൻ വേണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടച്ചു കഴിഞ്ഞാൽ വീണ്ടും അടയ്ക്കാൻ വേണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടച്ചില്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ അയച്ചു വിടും, അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റൊക്കെ അയച്ചു വരും. വാട്സപ്പിൽ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പിൽ അയച്ചിട്ട് കോൺടാക്ട് ലിസ്റ്റ് അയച്ചിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുക്കും, മോർഫ് ചെയ്ത് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോഴാണ് ഭീഷണിപ്പെടുന്നത്. ആ ഫോട്ടോ കണ്ട് തന്നെ ഏട്ടൻ മാനസികമായി തളർന്നു. അപ്പോൾ നമ്മൾ ലോൺ അടയ്ക്കാൻ പറഞ്ഞാൽ ആൾക്ക് സമാധാനപ്പെടില്ല. ലോൺ അടച്ചാൽ അതിൻ്റെ ഫോട്ടോ അവർ പൈസ അയച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത് പറഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുന്നേ കാര്യം മൊത്തം അറിഞ്ഞത്, നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുപോലെ ആരെങ്കിലും ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ആത്മഹത്യ തിങ്കളാഴ്ചയാണ്. ഞാൻ അന്ന് വൈകിട്ട് തന്നെ പോയിട്ട് ഫോണും കൊണ്ടുപോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സംഭവത്തിൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.